അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്: 2 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ, 16 സെന്റിമീറ്റർ വ്യാസമുള്ള 3 ഗോളങ്ങൾ ഉരുക്കി ഒരു ഗോളമാക്കിയാൽ അതിന്റെ ആരം എന്ത്? ഓപ്ഷൻ ഉണ്ട്: 17, 9, 30, 24. അപ്പൊ നമുക്ക് എന്തൊക്കെയുണ്ട്? 3 ഗോളങ്ങൾ ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ആ 3 ഗോളങ്ങൾ എന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മളോട് പറഞ്ഞത് എന്താണ്? 3 ഗോളങ്ങളും ഉരുക്കി നാലാമതൊരു ഗോളം ഉണ്ടാക്കി. അപ്പൊ ഇവിടെ നമുക്ക് 4 ഗോളങ്ങൾ കാണാം. അത് നമ്മൾ ചോദ്യം പ്രകാരമാണെങ്കിൽ ഇത് 1, ഇത് 2, ഇത് 3. ഈ 3 ഗോളങ്ങളും കൂടെ ഉരുക്കി ഉണ്ടാക്കിയ നാലാമത്തെ ഗോളമാണ് ഇതെങ്കിൽ ഈ ഗോളത്തിന്റെ അവസാനത്തെ ഗോളത്തിന്റെ ആരം എത്രയാണെന്നാണ് ചോദിച്ചത്. ഇനി എന്തൊക്കെ തന്നിട്ടുണ്ട്? ആദ്യത്തെ ഗോളത്തിന്റെ വ്യാസം എന്ന് പറഞ്ഞാൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അതിന്റെ മാക്സിമം നീളം, അതായത് ആരത്തിന്റെ ഇരട്ടിയാണ് വ്യാസം. അത് ആദ്യത്തെ ഗോളത്തിന് തന്നത് 2 സെന്റിമീറ്റർ ആണ്. രണ്ടാമത്തെ ഗോളത്തിന് തന്നത് 12 സെന്റിമീറ്റർ ആണ്. മൂന്നാമത്തെ ഗോളത്തിന് തന്നത് 16 സെന്റിമീറ്റർ ആണ്. അതിൽ നിന്ന് നമ്മൾ ആദ്യം തന്നെ എന്ത് കണ്ടുപിടിക്കാം? ആരം കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യത്തതിന്റെ ആരം എത്രയായിരിക്കും? 2ന്റെ പകുതി 1. ഇനി രണ്ടാമത്തതിന്റെ ആരം എത്രയായിരിക്കും? 12ന്റെ പകുതി 6. മൂന്നാമത്തതിന്റെ ആരം എത്രയായിരിക്കും? 16ന്റെ പകുതി 8. അപ്പൊ 3 റേഡിയസ് നമുക്ക് കിട്ടി: 1, 6, 8. ഇനി നമ്മൾ ഇത് ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ചാൽ, ഇത് നോർമലി വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് ലോജിക്കലി ഈ 3 ഗോളങ്ങൾ ഉരുക്കി ഒരു ഗോളം ഉണ്ടാക്കിയാൽ ആ വലിയ ഗോളത്തിന്റെ വോളിയം എന്ന് പറയുന്നത് ഈ 3 ഗോളത്തിന്റെ വോളിയങ്ങൾ കൂട്ടിയ സംഖ്യയ്ക്ക് തുല്യമായിരിക്കും. വലിയ ഗോളത്തിന്റെ വോളിയം എന്ന് പറയുന്നത് ഈ 3 ഗോളങ്ങളുടെ വോളിയങ്ങളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും. ഇത് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അത് എന്താന്ന് വെച്ചാൽ, ഇതിന്റെ വോളിയം നമ്മൾ ഈ റേഡിയസ് ഇട്ട് കൊടുക്കും. ആദ്യത്തെ റേഡിയസ്, രണ്ടാമത്തെ വോളിയത്തിന് രണ്ടാമത്തെ റേഡിയസ്, മൂന്നാമത്തേന് മൂന്നാമത്തെ റേഡിയസ് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഈക്വൽ ടു എത്രയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അതിനകത്ത് ആ വാല്യൂ ഇട്ട് കൊടുക്കുന്നു. ആ വാല്യൂയിൽ നിന്ന് വലിയ ഗോളത്തിന്റെ റേഡിയസ് കണ്ടെത്തുന്നു. ഇതാണ് സ്റ്റെപ്പ്. ഇനി ചെയ്തു നോക്കാം. ആദ്യത്തെ V1 എത്രയാണ്? വോളിയത്തിന്റെ ഇക്വേഷൻ 4/3 πr³ ആണ്. അപ്പോൾ 4/3 π ഇൻറ്റു r. ആദ്യത്തെ റേഡിയസ് 1 ആണ്. 1ന്റെ ക്യൂബ് 1 തന്നെയാണ്. അപ്പൊ അത് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്തത് V2 4/3 π ഇൻറ്റു r³ എന്ന് പറയുമ്പോൾ r-ന്റെ ക്യൂബ്. r-ന്റെ ക്യൂബ്. അടുത്ത വോളിയം എത്രയാണ്? 4/3 π ഇൻറ്റു 8ന്റെ ക്യൂബ്. അപ്പൊ V1 പ്ലസ് V2 പ്ലസ് V3 ചെയ്യുന്ന സമയത്ത്, ഇവിടെ നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞു. V1 പ്ലസ് V2 പ്ലസ് V3 എടുക്കുന്ന സമയത്ത് എല്ലാത്തിലും കോമൺ ആയിട്ട് എന്തുണ്ട്? 4/3 π കോമൺ ആണ്. 4/3 π കോമൺ ആയതുകൊണ്ട് അത് നമ്മൾ പുറത്തെടുത്തു. 4/3 π പുറത്തെടുത്തു. അപ്പൊ ആദ്യത്തതിൽ 1 മാത്രം അകത്ത് ഒരു 1 ബാക്കി ഉണ്ടാവും, അത് അകത്ത് വരും. പ്ലസ് രണ്ടാമത്തതിൽ r-ന്റെ ക്യൂബ് ബാക്കിയുണ്ട്. മൂന്നാമത്തതിൽ എന്ത് ബാക്കിയുണ്ട്? 8ന്റെ ക്യൂബ് ബാക്കി ഉണ്ട്. ഈക്വൽ ടു 4/3 π ഇൻറ്റു 1. r-ന്റെ ക്യൂബ് എത്രയാണ്? 216. 8ന്റെ ക്യൂബ് എത്രയാണ്? 512. അപ്പൊ 1 പ്ലസ് 216 പ്ലസ് 512 എത്രയാണ്? 700, 728, 729. അപ്പൊ 3 വോളിയങ്ങൾ കൂട്ടിയാൽ എന്ത് കിട്ടും? 4/3 π ഇൻറ്റു 729. അത് ഈക്വൽ ടു വലിയ ഗോളത്തിന്റെ വോളിയം ആണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് ഈക്വൽ ടു വലിയ ഗോളത്തിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ എന്താണ്? 4/3 π. r എത്രയാണെന്ന് നമ്മൾ അറിയാത്തത് കൊണ്ട് r³. ഓക്കെ, അപ്പൊ 4/3 π ഇൻറ്റു 729 ഈക്വൽ ടു 4/3 π ഇൻറ്റു r³ എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ട് ഭാഗത്തും 4/3 π ഉണ്ട്. അപ്പൊ നമുക്ക് അതെന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. 4/3 π രണ്ട് ഭാഗത്തു നിന്നും വെട്ടിക്കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? 729 ഈക്വൽ ടു r³. അപ്പൊ r³ 729 ആണെങ്കിൽ r എന്താണ്? r അതിന്റെ ക്യൂബ് റൂട്ട് ആയിരിക്കും. 729ന്റെ ക്യൂബ് റൂട്ട് ആണ്. 729ന്റെ ക്യൂബ് റൂട്ട് എത്രയാണ്? 9 ആണ്. നമുക്കറിയാം 9, 9, 81. 81, 9, 729. ഓക്കെ, അപ്പൊ 729 എന്ന് പറഞ്ഞാൽ 9ന്റെ ക്യൂബ് ആയതുകൊണ്ട് 729ന്റെ ക്യൂബ് റൂട്ട് ആയ 9 ആണ് നമ്മുടെ ഉത്തരം.
അപ്പൊ റേഡിയസ് എത്രയാണെന്ന് ചോദിച്ചാൽ 9 ആണ്. എന്തിന്റെ റേഡിയസ് ആണ്? വലിയ ഗോളത്തിന്റെ റേഡിയസ് ആണ്. റേഡിയസ്. ഓക്കെ, ഇനി അതിന്റെ വ്യാപ്തമാണ് ചോദിച്ചതെങ്കിൽ 9ന്റെ നേരെ ഡബിൾ എടുക്കുക, 18 ആണ് ഉത്തരം. ഓക്കെ.